ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ യു ഹാവ് ലേൺഡ് ഹൗ ദ ആറ്റംസ് ഓഫ് എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു മൂലകത്തിലെ ആറ്റം അല്ലെങ്കിൽ എലമെൻറ്റിലെ ആറ്റം, അതായത് എലമെൻ്റ് വെച്ചാൽ മൂലകത്തിലെ ആറ്റം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ, അതായത് സംയുക്ത മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോമ്പൗണ്ടിലെ മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതെങ്ങനെയാണ് ആറ്റം എൻഗേജ്ഡ് ഇൻ കെമിക്കൽ ബോണ്ടിങ്, എങ്ങനെയാണ് ആറ്റങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്? ഒന്നുകിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. യു നോ ഹൗ സോഡിയം ആൻഡ് ക്ലോറിൻ കമ്പൈൻ ടു ഫോം സോഡിയം ക്ലോറൈഡ്. ഇത് നമ്മൾ കൃത്യമായിട്ട് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് സോഡിയം ക്ലോറിനും കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. വിച്ച് ആറ്റം ലോസസ് ഇലക്ട്രോൺ ആൻഡ് ബിക്കെയിം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഇൻ ദിസ് പ്രോസസ്. അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. സോഡിയവും ക്ലോറിനും കൂടെ ചേരുമ്പോൾ ഏത് ആറ്റത്തിനാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് മാറുന്നത്. ഈ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ആ ആറ്റത്തെ അയോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം. ഒന്ന് പോസിറ്റീവ്ലി ഏതാണോ വിട്ടുകൊടുക്കുന്നത് അത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായി മാറും, ഏതാണോ സ്വീകരിക്കുന്നത് അത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണായി മാറും. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ പറയുന്ന പേര് കാറ്റയോൺ എന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ പറയുന്ന പേര് ആനയോൺ എന്നുമാണെന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതെല്ലാം നിങ്ങൾ പഠിച്ചോണം. ഒന്നുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് ഞാൻ എപ്പോഴും പറയും. പ്രീവിയസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, ഓണം എക്സാം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് മറന്നു കളയാൻ പാടില്ല. നിങ്ങളതൊക്കെ എടുത്തു വെച്ചൊന്ന് റിവൈൻഡ് ചെയ്യണം. കാരണം ഒന്നുമായിട്ട് കണക്റ്റഡ് ആണ്. അത് നിങ്ങൾക്കറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും കേസ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും കേസ് എടുക്കുമ്പോൾ സോഡിയം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ക്ലോറിൻ സ്വീകരിക്കുകയും ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ അത്ര വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഇലക്ട്രോൺ ചേഞ്ചുകളെ പറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ അത് നന്നായിട്ട് പഠിച്ചതാണ്. ഇവിടെ നോക്കുക, സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് മാറി. അല്ലേ, ഇലക്ട്രോണിന് മൈനസാണ് വരുന്നത്, അതായത് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ടാണ് ഒരു ഇലക്ട്രോണിനെ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് മാറി. അപ്പോൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണാണെന്ന് നമുക്കറിയാതെ. അപ്പോൾ ദ പ്രോസസ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഈസ് കാൾഡ് ഓക്സിഡേഷൻ. നോക്കൂ, ഇവിടെ സോഡിയത്തിനല്ലേ ഇലക്ട്രോൺ ലോസ് ആയത്, കാരണം വിട്ടുകൊടുത്തത് ആരാണ്? സോഡിയമാണ് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ സോഡിയത്തിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതും. ഇങ്ങനെയൊരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോണെ നഷ്ടപ്പെടുന്നതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സോഡിയവും ക്ലോറിനുമായി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആർക്കാണ്? സോഡിയത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. കാരണം സോഡിയത്തിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, അല്ലേ? അടുത്ത നോക്കുക, വിച്ച് ആറ്റം ഗെയിൻ ഇലക്ട്രോൺ ആൻഡ് ബിക്കെയിം നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. അപ്പോൾ ഏതിനായിരിക്കും ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജായി മാറുന്നത്? ക്ലോറിൻ ആയിരിക്കും, അല്ലേ? അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് മാറുന്നു. ദ പ്രോസസ് ഇൻവോൾവിങ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കാൾഡ് റിഡക്ഷൻ. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. ഇനി അങ്ങോട്ട് റെഡ്യൂസിങ് ഏജൻറ്റും ഓക്സിഡൈസേഷൻ ഏജൻറ്റും ഒക്കെ വരുന്നുണ്ട്. ആ സമയമാകുമ്പോൾ ഇത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് ഇത് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നന്നായിട്ട് കൺഫ്യൂഷൻ വരും അവിടെ. അപ്പോൾ നോക്ക്, ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നതിനെ, ലൂസ് ചെയ്യുന്നതിനെ ഓക്സിഡൈസേഷൻ എന്നും അതുപോലെ തന്നെ സ്വീകരിക്കുന്നതിനെ റിഡക്ഷൻ എന്നും പറയുന്നു. അപ്പോൾ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സോഡിയം അയോൺ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലോറിൻ അയോൺ കമ്പൈൻ ടുഗദർ ടു ഫോം സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ പോസിറ്റീവ് ചാർജ്ഡ് സോഡിയം അയോണും അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലോറിൻ അയോണും ഒരുമിച്ച് ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. പിന്നെ അത് രണ്ടും വിട്ടുപോകാതെ എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്, അല്ലേ? സോഡിയം ക്ലോറിനും കൂടെ ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡായിട്ട് അങ്ങ് നിൽക്കുക.
അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നില്ല അല്ലേ, ചേർന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നില്ല. അതെന്താണ് കാരണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നതിൻ്റെ കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. പൊട്ടാസ്യം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് മാറി, പൊട്ടാസ്യത്തിന് അയോണായിട്ട് മാറി. അതിനക്ക് കാൽസ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് മാറി. അതുപോലെ തന്നെ മഗ്നീഷ്യവും 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, പോസിറ്റീവ് ചാർജ്ഡ് 2 പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ അയോണായിട്ട് മാറി. സിങ്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് മാറിയത്. അപ്പോൾ എക്സാമിന് ഇങ്ങനെയുള്ള ഇക്വേഷൻസൊക്കെ ചോദിച്ചിട്ട് സോൾവ് ചെയ്യാനുള്ളതൊക്കെ കാണും. അപ്പം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇവിടെ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഇവിടെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണ്, നേടുകയാണ്, പിന്നെ എങ്ങനെയാണത് റിഡക്ഷൻ സംഭവിക്കുന്നത്? അതായത് കുറയുന്നത്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയുക എന്നാണല്ലോ. കുറവ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണ്, നേടുകയാണ്. പക്ഷേ ഇവിടെ ഇലക്ട്രോണിനെ നേടുകയാണ്, പക്ഷേ ഇലക്ട്രോണിൻ്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജാണല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോണിനെ നേടുന്നതിന് മുമ്പ് ഈ ഒരു ആറ്റത്തിന് എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ഇല്ല അല്ലേ, ന്യൂട്രലാണ്. ആ ആറ്റം ന്യൂട്രൽ ആറ്റമാണ്. അങ്ങനെയുള്ളൊരു ആറ്റമാണ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് അയോണുകളായിട്ട് മാറുന്നത്, ചാർജ് ഉള്ളതായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഗെയിൻ ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെയാണ് ഗെയിൻ ചെയ്യുന്നത്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ സീറോയിലിരിക്കുന്ന, ന്യൂട്രലായിട്ടിരിക്കുന്ന 0 ചാർജുള്ള ആ ഒരു ആറ്റത്തിന് നെഗറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. ഇവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് എടുക്കുമ്പോൾ സോഡിയം ഒരു ആറ്റത്തിനെ വിട്ടുകൊടുക്കുന്നു, ക്ലോറിൻ ഒരു ആറ്റത്തിനെ സ്വീകരിക്കുന്നു. അപ്പം 0യിൽ നിന്നും ക്ലോറിൻ എന്തായി മാറുന്നു? -1 ആയിട്ട് മാറുന്നു. അപ്പം -1 ആകുമ്പം 0യേക്കാളും കുറവാണ്. അതാണ് ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നു എന്ന് പറയുന്നത്. പിടി കിട്ടിയല്ലോ. അപ്പം റിഡക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ. അപ്പം 0യിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ്, അതുകൊണ്ടാണ് അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഗെയിൻ ചെയ്യുന്നതിന് റിഡക്ഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. സോഡിയവും പൊട്ടാസ്യവും നമ്മൾ നേരത്തെ കണ്ടതെല്ലാം എന്താണ്? മെറ്റൽസാണ് അല്ലേ. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ മെറ്റൽസ് അണ്ടർഗോ ഓക്സിഡേഷൻ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മെറ്റൽസിനാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഒരു പോയിൻ്റാണേ, പഠിച്ചു വെച്ചോണേ. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എല്ലായ്പ്പോഴും ആർക്കാണെന്നാണ് പറയുന്നത്? മെറ്റൽസിനായിരിക്കും സാധാരണയായി. ജനറലി എന്ന് വെച്ചാൽ സാധാരണയായി. ഇവിടെ 2-3 ഇക്വേഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് അയോണായിട്ട് മാറുന്നു. ക്ലോറിൻ്റെ കൊടുത്തിട്ടുണ്ട്, ബ്രോമിൻ്റെ കൊടുത്തിട്ടുണ്ട്, ഓക്സിജൻ്റെ കൊടുത്തിട്ടുണ്ട് അല്ല. ഇതെല്ലാം റിഡക്ഷനാണ് ഇതിനെല്ലാം സംഭവിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ, ക്ലോറിൻ, ഫ്ലൂറിൻ ഇതിനെല്ലാം റിഡക്ഷനാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം നോൺ മെറ്റൽസ് ആണ്. അപ്പം ഇതും അങ്ങനെയാണ് പറയുന്നത്. ജനറലി സാധാരണയായി നോൺ മെറ്റൽസ് അണ്ടർഗോ റിഡക്ഷൻ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് റിഡക്ഷൻ സംഭവിക്കുന്നത് എപ്പോഴും സാധാരണയായി ആർക്കാണ്? നോൺ മെറ്റൽസിനാണ്. സാധാരണയായി എന്നാണേ, നോൺ മെറ്റൽസിനായിരിക്കും. പിന്നെ നോക്കൂ കൊടുത്തിരിക്കുന്നത്, പോസിറ്റീവ് അയോൺസ് ആൾസോ ക്യാൻ ഗെയിൻ ഇലക്ട്രോൺസ് ആൻഡ് ചേഞ്ച്ഡ് ഇൻ ടു ആറ്റംസ്. ചില സമയങ്ങളിൽ പോസിറ്റീവ് അയോണിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് ആറ്റമായിട്ട് മാറും. അതെങ്ങനെയാണ്? അപ്പോൾ പോസിറ്റീവ് അയോൺ ആകുമ്പോൾ ഏത് കൂടുതൽ ഏത് കുറവ്? പോസിറ്റീവ് അയോൺ ആകുമ്പോൾ ഇലക്ട്രോൺ കുറവും, അതായത് പ്രോട്ടോൺ കൂടുതലുമാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ അത് പോസിറ്റീവ് അയോണായിട്ട് മാറിയത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ പ്രോട്ടോൺ കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം തുല്യമാവും. അന്നേരം അത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റം ആയിരിക്കും. അതിനെ നമ്മൾ അയോൺ എന്ന് പറയില്ല അല്ലേ. ചാർജ് ഉള്ളതിനെ മാത്രമേ അയോൺ എന്ന് നമ്മൾ പറയത്തുള്ളൂ. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത്. നമ്മൾ വെറുതെ അലസമായിട്ട് വിടുന്ന സ്ഥലത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസുകൾ അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, പോസിറ്റീവ് അയോൺ ആൾസോ ക്യാൻ ഗെയിൻ ഇലക്ട്രോൺസ്. പോസിറ്റീവ് അയോണുകളും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് അത് എന്തായി മാറും? ആറ്റമായിട്ട് മാറും. അതൊരു ന്യൂട്രൽ ആറ്റമായിട്ട് മാറണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? പോസിറ്റീവും നെഗറ്റീവും ചാർജ് തുല്യമായിരിക്കണം. അപ്പോൾ അത് ക്യാൻസലായി പോകുമ്പോഴാണ് അത് ആറ്റമായി മാറുന്നത് അല്ലേ. പോസിറ്റീവും നെഗറ്റീവും തുല്യ അളവിലാണെങ്കിൽ അതെന്ത് സംഭവിക്കും? അവിടെ ക്യാൻസലായി പോകും. അവിടെ ചാർജ് ഉണ്ടോ? ഇല്ല, ക്യാൻസലായി പോകും. അതെന്തായി മാറും? അന്നേരം ആറ്റമായിട്ട് മാറും. പക്ഷേ
റിഡക്ഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചാർജ് വരും അല്ലേ. ഒന്നീ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അതിന് ഒന്നീ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ ആറ്റത്തിന് എന്ത് കാണും? ചാർജ് കാണും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അയോണുകൾ എന്ന് പറയുന്നു അല്ലേ. ഇവിടെ അങ്ങനല്ല. ഇവിടെ പറയുന്നത് പോസിറ്റീവ് അയോണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അതൊരു ആറ്റമായി മാറുന്നു. അങ്ങനെയുള്ളൊരു 2 കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? സച്ച് റിയാക്ഷൻസ് ആർ ആൾസോ റിഡക്ഷൻ റിയാക്ഷൻസ്. ഇങ്ങനെയുള്ള റിയാക്ഷൻസുകളെ നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ എപ്പോഴാണോ ഗെയിൻ ചെയ്യുന്നത് ആ റിയാക്ഷനെ നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നല്ലേ. അപ്പോൾ ഇതും പോസിറ്റീവ് ചാർജുള്ള ഒരു അയോണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? റിഡക്ഷൻ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Ag എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽവറാണ്. അത് ശ്രദ്ധിച്ചോണേ, Ag സിൽവറാണ്. അപ്പോൾ സിൽവർ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായി മാറുന്നു? സിൽവറിൻ്റെ ആറ്റമായിട്ട് മാറുന്നു. നേരത്തെ സിൽവറിൻ്റെ അയോൺ ആയിരുന്നു, അപ്പോൾ അത് ആറ്റമായിട്ട് മാറുന്നു. കോപ്പർ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറിൻ്റെ ആറ്റമായി മാറുന്നു അല്ലേ. അപ്പോൾ ആദ്യം എന്തുവായിരുന്നു? കോപ്പറിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണത്? അയോണാണ് അല്ലേ. കോപ്പറിൻ്റെ പോസിറ്റീവ് അയോണാണത്. പക്ഷേ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം കോപ്പറിന് ചാർജ് ഒന്നുമില്ല അല്ലേ. പോസിറ്റീവ് ചാർജായിരുന്നു. അതുകൊണ്ട് തന്നെ 2 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പോൾ 2 നെഗറ്റീവ് ചാർജിനെ സ്വീകരിച്ചു. ആ 2 പോസിറ്റീവ് ചാർജിനെ 2 നെഗറ്റീവ് ചാർജിനെയും കൂടെ 2 പോസിറ്റീവ് ചാർജ് അദ്ദേഹത്തിലുള്ളത് 2 നെഗറ്റീവ് ചാർജിനെ സ്വീകരിക്കുമ്പോൾ ആ ചാർജുകൾ 2 ക്യാൻസൽ ആയി പോയില്ലേ. അപ്പോൾ അത് ഒരു ആറ്റമായി മാറും അല്ലേ. ചാർജുള്ള ആറ്റമാണോ? അല്ല, ചാർജ് ഇല്ലാത്തൊരു ആറ്റമായിട്ട് മാറി, ന്യൂട്രൽ ആറ്റമായിട്ട് മാറി. സിമിലർലി നെഗറ്റീവ് അയോൺസ് ലൂസ് ഇലക്ട്രോൺസ് ആൻഡ് ചേഞ്ച് ഇൻ ടു ആറ്റം. നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് അയോണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് പോലെ തന്നെ നെഗറ്റീവ് അയോണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. നെഗറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഇലക്ട്രോൺ കൂടുതലായിരിക്കും അല്ലേ. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എൻ്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ അവിടെ കൂടുതലും പ്രോട്ടോൺ അവിടെ കുറവുമായിരിക്കും അല്ലേ. അപ്പോഴല്ലേ നെഗറ്റീവ് അയോണായിട്ട് മാറുള്ളൂ. അപ്പം നെഗറ്റീവ് അയോണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ന്യൂട്രലായിട്ടുള്ള ഒരു ആറ്റമായിട്ട് മാറും. അവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ഈക്വൽ ആവും. അപ്പോൾ എന്തായി മാറും? അവിടെ ന്യൂട്രലായിട്ടുള്ളൊരു ആറ്റമായിട്ട് മാറും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പോസിറ്റീവ്ലി അയോണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതുമൊക്കെ അത് ന്യൂട്രലായിരുന്ന സമയത്ത് സ്വീകരിച്ചതാണ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കും? തിരിച്ച് ന്യൂട്രലോട്ട് തന്നെ പോകും. ഇവിടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാർട്ടാണ്. നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റും അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജൻറ്റുമാണ്. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും നമുക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ലുക്ക് അറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ റിഗാർഡിങ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്ക്, സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ? ഇതിനകത്ത് ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നതിന്, നഷ്ടപ്പെടുന്നതിനെയാണ് നമുക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ സോഡിയത്തിനാണല്ലോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, അതാണല്ലോ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇതിനാണ്, സോഡിയത്തിനാണ്. സോഡിയം ലോസസ് ഇലക്ട്രോൺ ആൻഡ് അണ്ടർഗോസ് ഓക്സിഡേഷൻ അല്ലേ. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആർക്കാണ്? സോഡിയത്തിനാണ്. വിച്ച് ആറ്റം സപ്പോർട്ട്സ് ഓക്സിഡേഷൻ? അപ്പോൾ ഈ ഓക്സിഡേഷൻ സംഭവിക്കാൻ ആരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം ഈ സോഡിയം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ആരെങ്കിലും അത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. അല്ലാതെ ചുമ്മാ എനിക്ക് 2 എണ്ണത്തിനെ വേണ്ട, അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ വേണ്ട, അല്ലെങ്കിൽ 3 ഇലക്ട്രോണിനെ എനിക്ക് വേണ്ട, നമുക്ക് ചുമ്മാ അങ്ങ് കളയാൻ പറ്റില്ല. അതിന് ഏതെങ്കിലും ഒരു എലമെൻ്റ് അത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ആ ഒരു എലമെൻറ്റ് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിനെ ഒരു എലമെൻറ്റ് സ്വീകരിച്ചേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആരായിരിക്കും അതിന് ഹെൽപ്പ് ചെയ്യുന്നത്? വിച്ച് ആറ്റം സപ്പോർട്ട്സ് ഓക്സിഡേഷൻ? ഏതായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്? ക്ലോറിൻ ആയിരിക്കും. ക്ലോറിൻ ഗെയിൻസ് ഇലക്ട്രോൺ ആൻഡ് ഹെൽപ്പ് ഓക്സിഡേഷൻ അല്ലേ. അപ്പോൾ ക്ലോറിൻ ഈ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ഓക്സിഡേഷന് സഹായിക്കുന്നു. ദ സ്പീഷീസ് ദാറ്റ് ഹെൽപ്സ് ഓക്സിഡേഷൻ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്.
ഒരു കെമിക്കൽ റിയാക്ഷന് ഓക്സിഡേഷന് സഹായിക്കുന്നത് ആരാണോ അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അതല്ല ഓക്സിഡൈസിങ് ഏജൻറ്റ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്സിഡേഷൻ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ഈ ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. തിരിഞ്ഞു പോകരുത്. ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ കുറച്ച് ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ ഭാഗം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താണ്? ഓക്സിഡേഷനെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ് സംഭവിക്കുന്നു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് തന്നെ എടുക്കുകയാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് എടുക്കുമ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അത് ക്ലോറിൻ സ്വീകരിക്കുന്നു അല്ലേ? അപ്പോൾ സ്വീകരണമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇവിടെ റെഡ്യൂസ്ഡ് എന്ന് പറയുന്നത്? പക്ഷേ നോക്കിക്കോ, ഇലക്ട്രോണിനെയാണ് സ്വീകരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണല്ലേ? അപ്പം ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ സീറോയിൽ നിന്നും, സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ന്യൂട്രലാണത്. അതുകൊണ്ടാണ് ഇതിന് സീറോ എന്ന് ഞാൻ പറഞ്ഞത്. അതിന് ചാർജ് ഇല്ല അല്ലേ? കെമിക്കൽ റിയാക്ഷന് മുമ്പ് സോഡിയത്തിൻ്റെ ഒരു ആറ്റമായിരുന്നു, അതുപോലെ ക്ലോറിയത്തിൻ്റെ ആറ്റമായിരുന്നു. അപ്പോൾ ക്ലോറിന് അവിടെ ചാർജ് ഉണ്ടോ? ഇല്ല, സീറോയാണ്. അപ്പോൾ ഈ സീറോയിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ അത് -1 ആയിട്ട് മാറുന്നു. -1 എന്ന് പറഞ്ഞാൽ അത് റെഡ്യൂസിങ് അല്ലേ, കുറയുമല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ -1 കുറച്ചും കൂടെ താഴെയാണുള്ളത് -2, അതിൽ നിന്നും താഴെയാണ് -3. ഇപ്പം സീറോയേക്കാളും ഒരുപാട് കുറവാണ് -100. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണത് റെഡ്യൂസ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 3 പഠിച്ചു. എന്താണ്? ഓക്സിഡേഷൻ പഠിച്ചു, ഓക്സിഡേഷൻ ഏതാണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചു. റിഡക്ഷൻ പഠിച്ചു, റിഡക്ഷൻ ഏതാണ്. അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താണെന്ന് പഠിച്ചു. അത് 3 തിരിഞ്ഞു പോകരുത്, നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റ് നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലെടുക്കുമ്പോൾ ക്ലോറിനാണ്. കാരണം ഈ ഓക്സിഡേഷന് സഹായിക്കുന്നത് ആരാണോ അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ക്ലോറിനെ ആണ് എന്തിന് സഹായിക്കുന്നത്? ഈ സോഡിയത്തിൻ്റെ ഇലക്ട്രോണ് ഗെയിൻ ചെയ്ത് സഹായിക്കുന്നത് ആരാണ്? ക്ലോറിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. പക്ഷേ ഈ ക്ലോറിന് അല്ലെങ്കിൽ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റിന് ഗെറ്റ് റെഡ്യൂസ്ഡ് ആവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് നെഗറ്റീവായി മാറി അല്ലേ? അതായത് ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് സീറോയിൽ നിന്ന്, സീറോ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ എന്താണ്? അത് ന്യൂട്രലായിട്ടുള്ളൊരു ആറ്റമാണ്, ചാർജ്ലെസ് ആണല്ലേ? പക്ഷേ ഇത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോഴാണ് അതിന് ചാർജ് ഒന്നീ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് എപ്പോഴും റിഡക്ഷനാണ് വരുന്നത് അല്ലേ? സീറോയിൽ നിന്നും -1 -2 ഒക്കെ പോകാം. എത്രമാത്രം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു അതിനനുസരിച്ച് താഴോട്ട് പോകാം അല്ലേ? നെക്സ്റ്റ് നോക്ക്. ഇൻ ദ എബോ കെമിക്കൽ റിയാക്ഷൻ ക്ലോറിൻ അണ്ടർഗോസ് റിഡക്ഷൻ. ക്ലോറിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സീറോയിൽ നിന്നും താഴോട്ട് പോകുന്നു. ഇപ്പോൾ ക്ലോറിൻ്റെ കേസ് എടുക്കുമ്പോൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ -1 ആയിട്ട് മാറുന്നു അല്ലേ? അപ്പം വിച്ച് ആറ്റം സപ്പോർട്ട്സ് റിഡക്ഷൻ? അപ്പോൾ ഇതിന് റിഡക്ഷൻ വരാൻ വേണ്ടി ആറ്റമാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സോഡിയത്തിൻ്റെ ആറ്റം. സോഡിയത്തിൻ്റെ ഒരു ആറ്റം വിട്ടുകൊടുത്തത് കൊണ്ടാണ് ക്ലോറിൻ എന്തൊരു സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ച് സീറോയിൽ നിന്നും -1 പോയതല്ലേ? അപ്പോൾ ആരാണിത് ഹെൽപ്പ് ചെയ്തത്? സോഡിയമാണ്. അപ്പോൾ സോഡിയം ഡൊണേറ്റ് ഇലക്ട്രോൺ ആൻഡ് ഹെൽപ്സ് റിഡക്ഷൻ. സോഡിയം ആറ്റം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ഈ ക്ലോറിന് റിഡക്ഷൻ സംഭവിപ്പിച്ചു അല്ലെ? റിഡക്ഷന് ഹെൽപ്പ് ചെയ്യിപ്പിച്ചു. ദ സ്പീഷീസ് ദാറ്റ് ഹെൽപ്സ് റിഡക്ഷൻ ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. ആരാണോ റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ അതിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. സോഡിയം എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻ്റാണ്. സോഡിയത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, പക്ഷേ അത് റെഡ്യൂസിങ് ഏജൻ്റാണ്. കാരണം ക്ലോറിന് അതിൻ്റെ ചാർജ് റെഡ്യൂസ് ആവും. ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് ചാർജ് റെഡ്യൂസ് ആകാൻ സഹായിക്കുന്നത് ആരാണ്? സോഡിയമാണ്. അതുകൊണ്ടാണ് അത് റെഡ്യൂസിങ് ഏജൻ്റ് ആയത്. അതുപോലെ ക്ലോറിൻ എന്ന് വെച്ചാൽ ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അതായത് സോഡിയത്തിനാണല്ലോ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലോറിൻ. അതുകൊണ്ട് തന്നെ അത് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അണ്ടർഗോ റിഡക്ഷൻ ഏതിനാണ്? ഈ ക്ലോറിനാണ്. അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തന്നെ എങ്ങനെയാണ്. ഇത് തന്നെ
റിഡക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ചാർജ് കുറയുകയാണ്, 0-ൽ നിന്ന് -1 കുറയുകയാണ് ക്ലോറിൻ്റെ കേസിൽ. നിങ്ങൾ ഒരുപാട് തിരിഞ്ഞു പോകും, ഒരുപാട് കൺഫ്യൂഷൻ വരുന്നൊരു പാർട്ടാണിത്. പിന്നെയും ഞാൻ പറയുകയാണ്, 2-3 ആവർത്തി ഈ ഒരു പാർട്ട് കേട്ട് നോക്കണം. അല്ലെങ്കിൽ ഞാൻ വേറൊന്ന് പറഞ്ഞു തരാം. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജൻറ്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റിനാണ് റിഡക്ഷൻസ് സംഭവിക്കുന്നത്. ഇതൊന്ന് നിങ്ങൾ എഴുതിയൊന്ന് പഠിച്ചാൽ മതി. അതായത് റെഡ്യൂസിങ് ഏജൻറ്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. തിരിഞ്ഞ് ക്രോസ് ചെയ്തൊന്ന് പഠിച്ചാൽ മതി നിങ്ങൾ. വേറെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഓക്സിഡേഷൻ്റെ. മഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? ഓക്സിജനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. കാരണം ഓക്സിജന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. മഗ്നീഷ്യത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 282 ആണ്. അപ്പം മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആർക്ക് വിട്ടുകൊടുക്കും? ഓക്സിജന് വിട്ടുകൊടുക്കും. ഓക്സിജനെ സ്വീകരിക്കുകയും ചെയ്യും. ഓക്സിജൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ അത് ന്യൂട്രലായിരുന്ന ഓക്സിജൻ അപ്പം 0-ൽ നിന്ന് അത് എന്തായി മാറി? -2 ആയി മാറി. അപ്പോൾ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? ഓക്സിജനാണ് റിഡക്ഷൻ സംഭവിച്ചത്. അപ്പോൾ ഈ റിഡക്ഷനെ സഹായിച്ചത് ആരാണ്? മഗ്നീഷ്യമാണ് അല്ലേ? മഗ്നീഷ്യം വിട്ടുകൊടുത്തുകൊണ്ടാണല്ലോ ഓക്സിജന് റിഡക്ഷൻ അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഓക്സിജൻ അവിടെ എന്തായി മാറും? ഓക്സിഡൈസിങ് ഏജൻ്റായി മാറും അല്ലേ? അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ആദ്യത്തേത് Mg+F2 ഗിവ്സ് MgF2. മഗ്നീഷ്യവും ഫ്ലൂറിൻ ചേർന്ന് മഗ്നീഷ്യം ഫ്ലൂറൈഡ്. Ca+Cl2 ഗീവ്സ് CaCl2. 4Fe+3O2 ഗീവ്സ് 2Fe2O3. അതായത് Fe എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫെറം, അയണാണ്. അയണും ഓക്സിജനും കൂടെ ചേർന്നിട്ട് റസ്റ്റ്, ഈ തുരുമ്പുണ്ടല്ലോ, അതാണ് 2Fe2O3. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ട് ഇതിൻ്റെ ഈ ടേബിൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് ഇതിനകത്ത് ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ എഴുതണം, റിഡക്ഷൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്സിഡൈസിങ് ഏജൻ്റാണ്, റെഡ്യൂസിങ് ഏജൻ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു, നമ്മൾ പറഞ്ഞു ലൂസ്, അതായത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആൾക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന ആൾക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇവിടെ ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫ്ലൂറിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത് എന്നല്ലേ? അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ അറിഞ്ഞിരുന്നാലും നമുക്ക് അറിയാൻ സാധിക്കും ഏതാണ് കൊടുക്കുന്നത് ഏതാണ് വാങ്ങുന്നതെന്ന്. അപ്പോൾ ഇവിടെ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് മഗ്നീഷ്യത്തിൻ്റെ 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് 2 പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറി. ഇനി റിഡക്ഷൻ ആർക്കായിരിക്കും അപ്പോൾ സംഭവിക്കുന്നത്? ഫ്ലൂറിനായിരിക്കും സംഭവിക്കുന്നത് അല്ലേ? അവിടെ നമുക്ക് എന്തെഴുതാം? ഫ്ലൂറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജുള്ള ഫ്ലൂറിൻ്റെ അയോണായി മാറി. അപ്പോൾ ഇവിടെ മഗ്നീഷ്യം, പിന്നെ അവിടെ നമ്മൾ 1 ഇലക്ട്രോണിനെ മാത്രം, ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് 2-7 ആണ്. അപ്പോൾ ഫ്ലൂറിൻ്റെ ഒരാറ്റത്തിന് 1 ഇലക്ട്രോണിനെ മതിയാവും. ആരുടെ? മഗ്നീഷ്യത്തിൻ്റെ. അപ്പോൾ മഗ്നീഷ്യത്തിന് 2 എണ്ണം വിട്ടുകൊടുക്കാനുണ്ട്. അപ്പോൾ ഫ്ലൂറിൻ്റെ 2 ആറ്റം സ്വീകരിക്കും. അതുകൊണ്ടാണ് F2 മുകളിൽ F2 വന്നിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞു തന്നതാണ്. നമുക്ക് ഈ ചാർട്ട് പ്രകാരം ഒരെണ്ണത്തിൻ്റെ കാര്യം എഴുതിയാൽ മതി. ഇനി ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? ഓക്സിഡൈസേഷൻ ആരാണോ ഹെൽപ്പ് ചെയ്തതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പം മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചത് മഗ്നീഷ്യമാണ്. അപ്പോൾ അതിന് ആരാ ഹെൽപ്പ് ചെയ്തത്? ഫ്ലൂറിനാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഫ്ലൂറിനാണ് അവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്? റിഡക്ഷൻ ആരാണോ ഹെൽപ്പ് ചെയ്തത് അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ ഫ്ലൂറിനാണ് റിഡക്ഷൻ സംഭവിച്ചത്. അത് റിഡക്ഷൻ സംഭവിക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്? മഗ്നീഷ്യമാണ് ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് അത് തന്നെയാണ് അവിടെ റെഡ്യൂസിങ് ഏജൻറ്റ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നോണേ, ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പാർട്ടാണ്. എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കുന്നത് റെഡ്യൂസിങ് ഏജൻറ്റിനായിരിക്കും, റിഡക്ഷൻ സംഭവിക്കുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റിനായിരിക്കും. അങ്ങനെ ക്രോസ് ചെയ്ത് പഠിച്ചാലും മതി. അതായത് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എപ്പോഴും റെഡ്യൂസിങ് ഏജൻറ്റിനും, റിഡക്ഷൻ സംഭവിക്കുന്നത് എപ്പോഴും ഓക്സിഡൈസിങ് ഏജൻറ്റിനുമായിരിക്കും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഓക്സിഡേഷൻ ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അവർക്കാണ്
അവരാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അതുപോലെ തന്നെ റിഡക്ഷന് ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അല്ലാതെ ക്രോസ് ചെയ്ത് പഠിച്ചാലും മതി. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് എഴുതേണ്ടത്, ഇതിനകത്ത് റിഡക്ഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്സിഡേഷനാണ് രണ്ടാമത്തതിനകത്ത് എഴുതേണ്ടത്. അപ്പം റിഡക്ഷൻ ഏതാണ് സംഭവിച്ചത്? ക്ലോറിനാണ് റിഡക്ഷൻ സംഭവിച്ചത്, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 20 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2882 ആണ്. അപ്പോൾ അത് എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലേ? അത് 6 ഇലക്ട്രോണിനെ ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അങ്ങനെ കാൽസ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, 2+ എന്നുള്ള അയോണായിട്ട് മാറി അല്ലേ? പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറി. പിന്നെ റിഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻ്റ് ഏതാണ്? റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അല്ലെങ്കിൽ എന്തിനാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ക്ലോറിനാണ്, അതുകൊണ്ട് തന്നെ അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റിഡക്ഷൻ ഏജൻറ്റ് ഏതാണ്? ഓക്സിഡേഷൻ സംഭവിക്കുന്നതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ് വരുന്നത്? കാൽസ്യമാണ്. അങ്ങനെ നിങ്ങൾ പഠിച്ചാലും മതി. നെക്സ്റ്റ് വരുന്നത്, ഇത് ഓക്സിഡേഷൻ തന്നിട്ടുണ്ട് ഫെറത്തിൻ്റെ അയണിൻ്റെ. ഇനി ഏതാണ്? ഓക്സിജൻ്റെയാണ് എഴുതേണ്ടത്. ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ വേണം? 2 ഇലക്ട്രോണിനെ വേണം. അപ്പോൾ ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് 2- എന്ന് പറയുന്ന ഒരു ചാർജിൽ നിൽക്കും, നെഗറ്റീവ് ചാർജിൽ നിൽക്കും. അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? റിഡക്ഷൻ സംഭവിച്ചത് ഏതാണോ അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? ഓക്സിജനാണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കും ഓക്സിഡൈസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻ്റായിട്ട് വരുന്നത് ആരാണ്? ഫെറോ ആണ്, അതായത് അയണാണ്. ഇങ്ങനെ നിങ്ങൾ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കിട്ടും.